കളവ് മാത്രമേ പറയുള്ളൂ. അതിനെയാ പറഞ്ഞത് ആർ എസ് എസും ബി ജെ പിയും ഉദ്ധരിക്കുന്ന കണക്കുണ്ടല്ലോ, ആ കണക്കെല്ലാം ശുദ്ധ കളവാണ്. അല്ലാണ്ട് അത് തിരിച്ചിട്ട് വേറെ കാര്യമില്ല. ഇങ്ങനെയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർ. അതൊന്ന് അമ്മാതിരിക്കാണ്. അതിനൊന്നും ഒരു തരത്തിലുള്ള മനുഷ്യത്വമില്ല. കേവല രാഷ്ട്രീയമാണ്, സങ്കുചിത രാഷ്ട്രീയം. ഈ സങ്കുചിത രാഷ്ട്രീയം അവതരിപ്പിക്കാൻ വേണ്ടി ശുദ്ധ കളവ് പറയും. അതാണ് ആർ എസ് എസിൻ്റെ രീതി. തളിപ്പറമ്പ് ബ്ലോക്കിൽ ഒരു സിനിമ DYFI ബന്ധപ്പെട്ട് അവർ ഈ കലക്ഷൻ നിഖില അത് അങ്ങോട്ട് വന്നത് ആർ എസ് എസിൻ്റെ ക്യാമ്പാന്നാണ്. നിഖില അത് അവിടെ UP-യിലൊക്കെ പ്രചരിപ്പിച്ചത് ആർ എസ് എസിൻ്റെ ക്യാമ്പാണെന്നാണ്. എന്ത് ചെയ്യും? യാതൊരു നീതിബോധവുമില്ലാത്ത ഒരു സെറ്റാണ്. കേരളത്തോട് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കലും കഴിഞ്ഞ 2 പ്രളയം വന്നപ്പോഴൊന്നും സഹായിച്ചിട്ടില്ല. നമുക്ക് തന്ന അരി പോലും അതിൻ്റെ പൈസ പിന്നീട് വാങ്ങുക ചെയ്തു. അങ്ങനത്തെ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ നിലപാടതല്ല. ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യർ ഒറ്റക്കെട്ടായി. അതിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു മാനവികതയെ ഉയർത്തിപ്പിടിച്ച ഒരു സന്നദ്ധ പ്രവർത്തനമാണ്. കഠിനാധ്വാനം ചെയ്യുന്ന പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അതുപോലെ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളുടെയും NDR ഉൾപ്പെടെ അവരെല്ലാം നല്ല രീതിയിലുള്ള ഇടപെടലാണ്